ബാക്ക് ടു ചാനൽ. ഇപ്പോൾ നമ്മളിന്ന് കാർ ഫോർ സെല്ലിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ 2 വണ്ടി വിൽക്കാൻ വിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തിപ്പോൾ ഇവിടുത്തുള്ള ഒരു വണ്ടി വിറ്റ്, മറ്റേത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു, വീഡിയോയിലില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കാറ് വാങ്ങി ഗൈസ്. ഇതാണ് ആ കാറ്. ഏതാ കാറെന്നൊന്നും അറിയത്തില്ല, നമ്മൾ വാങ്ങി. നമുക്കത് വിൽക്കാനായിട്ട് ഇടാം ഗൈസ്. നമ്മൾ ഓഫീസ് ഓപ്പൺ ചെയ്ത് നമുക്കത് വിൽക്കാനായിട്ട് ഇടാം. അപ്പോൾ നമ്മുടെ 4000 റുപ്യ നമ്മളെ ഇത് നമ്മൾ വാങ്ങിയ 8000 റുപ്യ കേട്ടോ. ഇത് നമുക്ക് 8,999 ഇത്രക്ക് വിൽക്കാം. ഓക്കെ, നമ്മളെല്ലാം 999 അയച്ചു വിൽക്കാം. രാത്രിയായി, ഇനി എന്തായാലും ആൾക്കാർ വാങ്ങാൻ വരില്ല. ബസ് വരെ നമ്മൾ പേരെ പോലീസ് ബ്രോ. ശരി, ഗുഡ് നൈറ്റ്. നമ്മൾ ബ്രദറിൻ്റെ അടുത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കാരമേലിലോട്ട് വരുന്നു. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്താൽ അപ്പോൾ നമുക്ക് നമ്മൾ കാരമേലിലോട്ട് കയറി കിടക്കുക. പിന്നെ നമ്മൾ ഏൺ ചെയ്ത് 10,000 റുപ്യയും പോയത് 18,000 റുപ്യയും. പോയി കേസ് നമ്മൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെ ബസ് കയറി നമ്മൾ ഷോറൂമിലേക്ക് പോവാം. ഇന്ന് ലക്ഷറിയസ് കാറിൻ്റെ എന്തോന്നുണ്ടല്ലോ, ലക്ഷറിയസ് കാർ ഡീലർഷിപ്പ് എന്തോന്നുണ്ട്. നമുക്ക് എന്തായാലും കട്ട് ഓപ്പൺ ആക്കിടാം. കസ്റ്റമേഴ്സൊന്നും രാവിലെ തന്നെ ഇല്ലേ. നമ്മളെ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ വാങ്ങിയതാട്ടോ. ഇതുവരെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇതിൽ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ പോയിട്ടൊന്ന് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരും. എന്നാലും നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തൊക്കെ. കുറച്ച് ടൈം എടുക്കണ പരിപാടി. അപ്പോഴത്തേക്കും നല്ല കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ വെറുതെ ഇരിക്കില്ലേ. നമുക്ക് നമ്മളെ ഇഷ്ടത്തിനായിട്ട് വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വണ്ടി എടുക്കണം. പക്ഷേ സെറ്റ് വണ്ടിയാണ്. അത് പെട്ടെ നമുക്ക് ഇനി കാർ എടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി കസ്റ്റമർ വരണം, അതുവരെ നമുക്കിപ്പോൾ എന്താ പരിപാടി. അവിടെ എന്തോ ഒരു ഒറ്റപ്പെട്ട വീട് എടുക്കുന്നത് അവിടെ ഉണ്ട്. എന്തായാലും നമ്മൾ വർഷത്തെ ചേട്ടനോട് സംസാരിച്ചില്ല. ആ ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ? പിന്നെ ഐ സി. ഓക്കെ ചേട്ടാ, അപ്പോൾ ഞാൻ എന്നാൽ ശരിയാൻ പോട്ടെ. ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. ചപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ചപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിനിപ്പോൾ ഈ കസ്റ്റമർ വരുന്നവരെ എന്താക്കാനാണ്? കസ്റ്റമർ ഇല്ലല്ലോ. നമുക്ക് ഇതിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇവിടെ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ ഉറങ്ങിയോ? ഏതോ ഒന്ന് മുഖം. ഒരു പരിപാടി ഇല്ലല്ലോ. നമുക്ക് ലക്ഷറിയസ് കാറിൻ്റെ ഷോറൂം ഇടണം. അപ്പോൾ അങ്ങോട്ട് അവിടെ എന്തോ പരിപാടി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഏത് സ്ഥലത്ത്? ഓ, അതിന് നടുക്കാണത്. എൻ്റെ പോലെ ലംബോർഗിനി. ലംബോർഗിനി. കൈസ് അത് നോക്കിയപ്പോൾ കാറ് മാറി. ഇപ്പോഴത്തെ ബുഗാട്ടി. ഓ സെറ്റ്. ഇതേതാ കാറ്? BMW. ഓ മൈ ഫേവറേറ്റ് കാർ. ഇതെവിടെ? അതിൻ്റെ വേറെ കളർ. ഇതെന്താ? ലക്ഷറീസ് ആണ്. ഓ 28 RC. ബ്രോ എൻ്റെ അടുത്തില്ല. ഓ ഇത് പോർഷൻ 911. അങ്ങനെയല്ലേ എൻ്റെ പേരെന്താ? അതെ, പോർച്ചേ. അതിൻ്റെ വേറത് രണ്ട് സെയിമാ. മോനെ നമ്മളെ കടയിൽ കസ്റ്റമർ വന്നു. ഇതാണ് നമ്മളെ പ്രശ്നം. നമ്മൾ എങ്ങോട്ടേലും ഒന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും നമ്മളെ കടയിലേക്ക് കസ്റ്റമർ വരും. ഇത് കഷ്ടമാണ്, എവിടെയും പോകാനും പറ്റൂല. ഓക്കെ, അപ്പം പോവല്ലേ, ഞാനിതാ വരുന്നേ. ഓ കാറ് പോയിരുന്നു, പൊടി പിടിച്ച്.
7 ഉറുപ്പ്യക്കോ? പാവല്ലേ കേസ്. ഇനി ബാബൂസ് നമുക്ക് വേഗം പോയിട്ട് നമുക്ക് വേണ്ടൊരു വണ്ടി എടുത്തിട്ട് വരാം. എവിടേക്കാ പോവാ? കാർ മാർക്കറ്റ് വേണ്ട, നമുക്ക് ഇങ്ങോട്ടേക്ക് ഇവിടെ വയസ്സ് കണ്ണൊക്കെ പൊന്തിട്ടില്ല കാറ്. ഓ കൊള്ളാലോ, നൈസാണല്ലോ ബ്രോ. എത്ര ഉറുപ്പ്യാണ് ഇതിന്? ഓ 17 ഉറുപ്പ്യ. എൻ്റെ കൊന്നോ, ഒന്നും അതിൻ്റെ എടുത്തോലും എത്തൂല കേട്ടോ. ഇവിടെ ഏതോ കൊട്ട ജീപ്പൊക്കെ ഉണ്ട്, കൊട്ട ജീപ്പ്. ഓ കൊള്ളാലോ പൈസ സാധനം. 56,000 ഉറുപ്പ്യ. ഇവിടെ ഇതാണ് ഇപ്പോൾ നമ്മൾ വിറ്റ വണ്ടി എന്ന് തോന്നുന്നു. 6,000 രൂപ. വെയിറ്റൊക്കെ നമുക്ക് ബൈ ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ എല്ലാ കാറും നോക്കിയിട്ട് വരിക, അതല്ലേ നല്ല ഐഡിയ ഗൈസ്. നമുക്ക് ഓ പോളോ വോൾസ്വാഗൻ ഗോൾഫ് 6 അതെന്ത് പേരുടെ അത്? 16 ഉറുപ്പ്യ. നോക്കി നോക്കട്ടെ ഇവിടുത്തെ എല്ലാ കാറും നോക്കിയിട്ട് നമുക്ക് ഇത് നോക്കിയിട്ട് പോകാൻ കഴിയും. വാങ്ങനായിരിക്കും നല്ലത്. 18,000 ഉറുപ്പ്യ നല്ലതാ. അവിടെ ഏതൊരു വിൻറ്റേജ് കാർ എടുക്കുന്നുണ്ട്, ഇതും കൂടി ചോദിച്ചിട്ട് നമുക്ക് പോവാം. 3,000 ഉറുപ്പ്യ. അപ്പുറത്തതും കൂടി നോക്കിയിട്ട് വരാം ബ്രോ, വില മാറ്റില്ലേ. അപ്പുറത്തത് ബ്രദർ എത്ര ഉറുപ്പ്യക്ക് വരും? 1000 രൂപയെ. പിന്നെന്താ, ഇത് വാങ്ങാം. ഇനി മറ്റേതിനും കൂടി ഇതും കൂടി അങ്ങോട്ടേക്ക് വാങ്ങാം ബ്രോ. വില മാറ്റരുതേ. വില മാറ്റി 1000 രൂപയ്ക്ക് പൊളിച്ചേ. അങ്ങോട്ടേക്ക് പോയത് ലാഭമായല്ലോ. ഇത് അങ്ങോട്ടേക്ക് ഇടാം. നമുക്ക് വിൻറ്റേജ് കണ്ടെടുത്തു ഗൈസ്. നല്ല ഇരിക്കലേ പൈസ. ഷോറൂമിൽ എത്തിക്കാണ് ഗൈസ്. നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമുക്കിത് റിവേഴ്സ് കണ്ടിട്ടില്ലല്ലോ. ഓക്കെ, ഇനി അതും കൂടി കൊണ്ടുവരാം. നമുക്ക് പറ്റിയൊരു വണ്ടി നമ്മളെ ഇഷ്ടത്തിന് ഓട്ടിക്കൊരു വണ്ടി വേണം. ഈ വണ്ടി ഒന്ന് ആക്സിഡന്റിൽ കൈ ഓ 2 വണ്ടികൾ. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കാണാൻ കൊള്ളാമല്ലോ. എന്തായാലും നമുക്കിത് വിൽക്കാനായിട്ട് ഇടാം. ഇത് നമ്മൾ 1000 രൂപക്ക് വാങ്ങി 2000 രൂപക്ക് വിൽക്കും. ഓക്കെ, ഇതിന് നമ്മൾ 2000 രൂപക്ക് വിൽക്കും. രണ്ടും ഒരേ പ്രൈസിന് കേട്ടോ നമുക്ക് കിട്ടിയത്. നമ്മൾ രണ്ടും ഒരേ പ്രൈസിന് തന്നെ നമ്മൾ വിൽക്കുകയും ചെയ്യും. ഇനി ആള് വരണം ഗൈസ്. അതുവരെ വേറൊരു പണിയുമില്ല. നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓടിച്ച് നടക്കാം. ഓക്കെ ഗൈസ്, നമ്മളൊക്കെ ഇടയിലോട്ട് നമുക്കൊന്നും പറ്റിയില്ല ഗൈസ്. നമ്മൾ മിന്നൽ മുരളി ഇത് കാണാൻ കുറച്ചും കൂടി ലുക്ക് ഉണ്ട്. ഹോണ്ട സിറ്റിനെ പോലെ ഉണ്ട് ഗൈസ് ഇത് കാണാൻ. ഒക്കെ അതുപോലെയാണ് തോന്നുന്നത്. അത് സെയിലിന് വെച്ചിങ്ങനെ പേര് നോക്കാനും പറ്റൂല. എന്താണ് കസ്റ്റമറൊന്നും ഇല്ലാത്ത ഇതെന്താണ്? ഇതിലെന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? അൺലോക്ക് ചെയ്യാൻ പറ്റൂ ഗൈസ്. എന്തായാലും ഇനി കസ്റ്റമർ വന്നിട്ടാണ് ഗൈസ്. നമ്മളവിടെ വെറുതെ അപ്പോൾ ഞമ്മക്ക് വേണ്ടിയിട്ട് കാറൊക്കെ വന്നാണ്. ഇവിടെ ഒരു കിട്ടിലും പോളോ ഇതിന് ഒരു 4000 ഉറുപ്പ്യ ഗൈസ്. നമുക്ക് വാങ്ങിയാലോ? വില മാറ്റിയിട്ടുണ്ടാവില്ലായിരിക്കില്ലേ? 4000 ഉറുപ്പ്യ നമുക്ക് വാങ്ങിയാലോ? വാങ്ങി.
ഇതാണ് ഇനി നമ്മളെ വണ്ടി. ഇതിന് എന്തൊക്കെ പ്രശ്നമുണ്ട് നോക്കട്ടെ. ഓ പ്രശ്നമുള്ളൂ. ഇതെന്തായാലും ഇനി കൊണ്ടുപോയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാം. ഓ തൊടുമ്പോഴത്തേക്കും പറക്കണേ ഒച്ചല്ല. അതെല്ലാം ഇപ്പം എന്തായാലും നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടാണ് കേട്ടോ. കഴിച്ച് നമ്മൾ ഷോറൂമിലെത്തി. ഇനി ഇത് നമുക്ക് നന്നാക്കാൻ കൊടുക്കുക. ഓ 4000 റുപ്യ. നമ്മുടെ അടുത്ത് അത്ര പൈസ ഇല്ല. 3 RCs അത് നമുക്ക് കൊടുത്തേക്കാം. ഓ എന്ത് പെട്ടെന്നാണ് റെഡിയാക്കി കിട്ടിയേ. പൈസ ആണെങ്കിൽ മെല്ലെ. ഓ കിടുക്കൻ ലുക്കാണ്. മെല്ലെ ഇത് പുറത്തോട്ട് ഇറക്കട്ടോ. നമുക്കിതൊന്ന് മോഡിഫൈഡ് ഇറക്കിയാലോ. ഗൈസ് ഇതിൽ ലേലം വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ വണ്ടി. ഓ അപ്പോഴത്തേക്കും വേറെ വണ്ടി വന്ന്. ഇതിൽ വണ്ടികൾ ലേലത്തിന് വെക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് മോഡിഫൈഡ് ചെയ്ത് ലേലത്തിന് വെക്കാം. എന്നുവെച്ചാൽ നല്ല പൈസ കിട്ടും. അപ്പോൾ ആ പൈസ കൊണ്ട് നമുക്ക് വേറെ പുതിയ വണ്ടി വാങ്ങാം. ഐഡിയ ഉണ്ട്. പുള്ളിയല്ലേ. പോയി ഓ ബ്രദർ ഇപ്പം റെഡിയാക്കിയിട്ട് വണ്ടിയാണ്. കുറച്ച് മോഡിഫൈഡ് ചെയ്യണം. നമുക്ക് കിറ്റാണ് ഗൈസ്. ഇപ്പം ഈ 2 കിറ്റും ഉണ്ട്. നമുക്ക് ഇനി റേസിംഗ് കിറ്റും റേസിംഗ് കിറ്റും മതി. ഇനി നമുക്ക് ലൈറ്റും റെഡാക്കിയാലോ. ഓ കിണ്ണം. പക്ഷെ പൈസ ഇല്ല ഗൈസ്. ഇത് മാത്രം മതിയല്ലേ ഗൈസ്. നമ്മൾ റേസിംഗ് കിറ്റ് മാത്രം വെച്ചിറക്കിയിട്ടുണ്ട്. റേസിംഗ് കിറ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ തൊട്ടാൽ മതി പറക്കും വണ്ടി. നമ്മൾ ഡ്രാഗ് റേസൊക്കെ വെക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ടുള്ള വണ്ടിയാണ്. ഓ പിടിച്ച നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി നിർത്തി കേട്ടോ. ഓക്കെ ഇനി കസ്റ്റമർ വന്നിട്ടാണ് ഗൈസ്. ഇന്ന് രാത്രി എന്തായാലും നമുക്ക് കട ക്ലോസ് ചെയ്തിട്ട് നമ്മളെ പോളോ എടുത്ത് നമുക്ക് സ്ഥലം വിടാം. പ്രൈസ് എന്നാലും നമ്മൾ ഏതാ ലൈറ്റ് അടിക്കുമ്പോഴുള്ള ഗ്രാഫിക്സ് ഉള്ളു കേട്ടോ. പ്രൈസ് അപ്പം ഇനി എന്തായാലും നമ്മളൊന്ന് കാരവാൻ്റെ അടുത്തോട്ട് എത്തിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തിരിക്കാം. പ്രൈസ് ഇപ്പോൾ ഒരു വണ്ടീനെ ചെറുതായിട്ടൊന്ന് തട്ടി വണ്ടി ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയിക്കണം കേട്ടോ. ഒന്നും സീനില്ല. നമുക്ക് എന്തായാലും തൊട്ടുമ്പോഴത്തേക്കും വണ്ടി പറക്ക്. ബ്രേക്ക് പിടിച്ചിട്ട് നിൽക്കണ്ടേ. സീൻ കേട്ടോ. റേസിംഗ് കിറ്റ് കാട്ടിൽ കയറുമ്പോഴുള്ള എഫക്റ്റൊക്കെ വൈബ്രേഷൻ ആണ്. കല്ലുമ്മ കൂടെ കയറിയിട്ട് ഇതാണ് നമ്മൾ കാരവാൻ. ഓ കണ്ണടിച്ചാണ്. ഇനി നമുക്ക് നമ്മൾ കാരവാൻസ് പൊടിയില്ല കേട്ടോ. ഇന്ന് നമ്മൾ ഏൺ ചെയ്തത് കൂടുതലാണ് ഗൈസ്. പോയതിനും കാട്ടി കൂടുതൽ ഏൺ ചെയ്തിരിക്കണം. ഇന്ന് ലേലത്തിന് വെച്ചിരിക്കണം ഗൈസ്. ഇതാണ്ടോ ലേലം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് 2 മണിക്ക് കിട്ടുമോ. നമ്മൾ 2 മണി വരെ ഇനി കാത്തിക്കണം. നമ്മൾ ഈ വണ്ടി പോണ വഴിക്ക് അവിടെ കൊടുക്കാൻ പറ്റും. നമ്മൾ വരുമ്പോൾ ഉള്ളൊരു സ്ഥലത്താണത് നടക്കണേന്ന് തോന്നുന്നുണ്ട്. ഇവിടെ തോന്നുന്നുണ്ട്. ഇവിടെ നോക്കി നോക്കാം ബ്രോ. ഇവിടെ എന്താണ് സംഭവം? ഇവിടെ തന്നെ നമുക്ക് നമ്മളെ വണ്ടി കൊടുക്കാം. 2 മണിക്ക് വരെ. അതുവരെ നമുക്ക് പോയിട്ടൊന്ന് കട ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പോയി ഇപ്പം എന്തായാലും കേസ് ഇനി 2 മണിയാവണ വരെ ഒന്ന് ബ്രേക്ക് എടുക്കുക. കട തുറന്നിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി 2 മണിയായിട്ട് കാണാം. നമ്മൾ 2 കാറും വിറ്റിട്ടുണ്ട്. ഇനി പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം ഗൈസ്. എന്നാലേ നമുക്ക് 5000 റുപ്യക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ആകെപ്പാടുള്ള 6000 റുപ്യാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യട്ടെ. എന്തായാലും അതുവരെ കാണാം. തുടങ്ങാനായിട്ട് ഇനി 7 സെക്കൻഡ് കൂടെ ഉള്ളൂ. കുറേ നേരം വെയിറ്റ് ചെയ്യും കേട്ടോ. ഇനി 3, 2, 1 ഓക്കെ
തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പോളോ എത്ര റുപ്യക്ക് നമ്മൾ 5000 റുപ്യക്കാണ് നമ്മൾ കാറിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടുക. 2% ഫ്രണ്ടത്ത്. ഓക്കെ 5150. 5650. 6000 ആയിട്ടോ. 7000 എന്ത് പറയാ കൂടുണ്ടല്ലോ. 10000 വരെ മാക്സിമം. ഓക്കെ 8000. മോനെ പൊളി. ഓക്കെ 9,000 അല്ല 9,000. 10,000 കേസ് 10,000. പൊളി 10,000 കഴിഞ്ഞു പോകണം. ഇമാതിരി റേറ്റൊക്കെ ഉണ്ട് നിങ്ങളെ. അപ്പം 16,000. ഇതെന്താ എൻ്റെ ഫ്രണ്ടിൽ മഴ ഇങ്ങനെ ബഗ്ഗാണ്. നമുക്ക് ഇറങ്ങി നോക്കാം. ഇത് ബഗ്ഗാണോ? ബഗ്ഗാണ്. എന്താ ഇത് അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോയാ പ്രശ്നമൊന്നുമില്ലാത്ത വണ്ടിയായിട്ട് തോന്നുന്നു. അത് വീണ്ടും വന്നു. കൊമ്പോ എന്താണത്? കൊമ്പ് പോലത്തെ വേണം. 32 സെറ്റാണ്. നമുക്കിത് ഏതെങ്കിലും ഒന്നുമില്ലെങ്കിലും ലേലം വിളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. വേഗം വെക്ക്. എന്തായാലും ഇങ്ങനെ ലാഗ്. എന്ത് പെട്ടെന്ന് കൂടുന്നു. യോത്തായ JF ക്രൂസർ ഇത് കൊടുത്തതിൻ്റെ പേര്. നമ്മളടുത്ത് ഇതൊന്നും പൈസ ഇല്ലല്ലോ. ഇതിൻ്റെ പെട്ടെന്ന് കിട്ടുമെങ്കിൽ ഈ വണ്ടി ഇതാണെങ്കിൽ നമുക്ക് നമ്മളെ പേഴ്സണൽ യൂസിനും എടുക്കുന്നത് പൊളി വണ്ടി. ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ കണ്ടിട്ട് കേട്ടോ. ബാക്കി നെക്സ്റ്റ് പാർട്ടിലെടുക്കാം. അതൊന്ന് വേഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30,000 കറക്റ്റ് 30,000. 40,000 ഉണ്ട്. നമുക്ക് പറ്റത്തില്ല. നമുക്ക് കിട്ടിയ വണ്ടി കൊണ്ട് പോവാം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത പാർട്ട് കാണാം. അതുവരെയും ബൈ.